നമസ്കാരം. ഇന്ന് നമുക്ക് വൻപയറും കായും കൂടെ കൂട്ടിയിട്ടുള്ള തോരനാണ് കേട്ടോ. അതിന് വേണ്ടി കുതിർത്ത് വെച്ച വൻപയർ ചട്ടിയിലേക്ക് വെച്ചിട്ട് അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് അടച്ച് വെച്ചു കൊടുത്തു കേട്ടോ. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ടി കുറച്ച് തേങ്ങ, കുറച്ച് ഏറെ എടുത്തിട്ടുണ്ട് തേങ്ങ, മഞ്ഞൾപ്പൊടി, പച്ചമുളക്, വെളുത്തുള്ളി, ചെറിയ ജീരകം, ചെറിയ ഉള്ളി, ഇത്രയും കൂടെ നമുക്ക് അരച്ചെടുക്കണം. തോരന് പോലെ ഒന്ന് ചതച്ചെടുക്കുക. എന്നിട്ട് അപ്പോഴത്തേക്ക് നമ്മുടെ പയർ ഇവിടെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കണം. ഈ പയർ നമുക്ക് കുക്കറിൽ വേണമെങ്കിലും വെച്ചെടുക്കാം കേട്ടോ. അത് ഒരുപാട് വേവ് സമയം എടുക്കില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ ചട്ടിയിൽ വെച്ചത്. അപ്പോൾ അത്യാവശ്യം ഒരു 15 മിനിറ്റോളം ഇരുന്ന് വേകേണ്ട ഒരു സമയം എടുത്തു കേട്ടോ. അപ്പം നമുക്ക് നോക്കാം പയർ വെന്തിട്ടുണ്ടോ എന്ന്. പയർ ഇവിടെ വെന്തിട്ടുണ്ട്. ഇത്ര വെന്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ കുഴഞ്ഞു പോകും. ഈ കായാണെങ്കിലും പയറാണെങ്കിലും കുഴഞ്ഞു പോകാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഒരു രസം ഉണ്ടാവില്ല, ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള കായ ഇനി ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ അവിയൽ വെക്കുന്ന ഒരു സൈസ് കായ ഉണ്ടല്ലോ, അതാണ് കേട്ടോ, അല്ലാതെ ഏത്തക്കയല്ല ഇത്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഒരു ചെറിയ സബോളയും 2-3 പച്ചമുളകും കൂടെയാണ് കേട്ടോ. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്ത് നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കണം. പച്ചമുളകും സബോളയും ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുതേ. അപ്പം നമുക്ക് നോക്കാം കായും സവോളയും കൂടെ വെന്തിട്ടുണ്ടോ എന്ന്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കുകയാണ്. അപ്പം ഇനി നമുക്കിതിലേക്ക് കായും പയറൊക്കെ വെന്തിട്ടുണ്ട്. അരപ്പിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ അടിപൊളി തോരൻ ഇവിടെ റെഡി.